യെസ് ഹലോ ഹായ് മക്കളെ ഹായ് 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 എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കല്ലേ ഹാപ്പി ആയിട്ടിരിക്കല്ലേ യെസ് അപ്പോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കാര്യം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് ഞാൻ പറയാം. എൻ്റെ പേര് സജയ് കൃഷ്ണ, ന്യൂട്ടൺസിലെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഒന്ന് പറഞ്ഞു, ഒന്ന് കമന്റ് ചെയ്തേ. സോഷ്യൽ സയൻസിനെ കുറിച്ചുള്ള അഭിപ്രായം 8ാം ക്ലാസ്സിലോട്ടായിട്ട് എങ്ങനെയൊക്കെ ഉണ്ട്? ഓക്കെ, അപ്പൊ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അടിപൊളിയാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം അല്ലേ? അടിപൊളിയല്ലേ? യെസ്, അടിപൊളിയാണ്, സിമ്പിൾ അല്ലേ? യെസ്. അപ്പോ നമ്മുടെ ഓണപരീക്ഷ ദിപ്പെങ്ങെത്തുമ്പേ ആയി. അപ്പോ അതിന് മുന്നോടിയായിട്ട് 8ാം ക്ലാസ്സിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്, ഓക്കെ, എത്രയൊക്കെ മാർക്കിന് ചോദിക്കും എന്നുള്ള കേസൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തെറ്റല്ലേ? ഓക്കെ അല്ലേ? റെഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്ക്, പെന്ന്, അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽ ഒക്കെ എടുത്ത് വെക്കുക. ഓക്കെ, എല്ലാ ചാപ്റ്ററിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് ഏകദേശം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സ്കൂളുകളിൽ എന്താ 5ാമത്തെ ചാപ്റ്റർ ഇല്ലാന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റർ, ഈ 5 ചാപ്റ്ററിലെ കാര്യങ്ങൾ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതേപോലെ എങ്ങനെയാണ് എഴുതേണ്ടത് സാറ് പറഞ്ഞു തരാം. അതനുസരിച്ച് സെറ്റ് ആയിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്തു പോകും. ഇതോടൊപ്പം എന്താ, നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് കളിച്ചൊക്കെ ചെയ്തിച്ച് പഠിച്ച് സെറ്റ് ആയിട്ട് പോകും. റെഡി അല്ലേ? വൈബ് അല്ലേ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു തീയുടെ ചിഹ്നം ഇട്ടാണ്. ആ സെറ്റ് ആണ് ഓക്കെ ആണെങ്കിൽ. ഓക്കെ, എനിക്ക് കാണാം നിങ്ങൾ ആ കമന്റ് ഇടുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. യെസ്, കം ഓൺ, ലെറ്റ്സ് ഡു ദിസ്, ലെറ്റ്സ് ഡു ദിസ്, കം ഓൺ ഗൈസ്, കം ഓൺ കം ഓൺ കം ഓൺ. നമ്മൾ ദേ ഇവിടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും പവർ അല്ലേ? പവർ അല്ലേ? യെസ്, പവർ ആയിട്ടിരുന്നോളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് ഏകദേശം ഓണം എക്സാമിനേഷനാ 15ഓളം ക്വസ്റ്റ്യൻ, 15 ക്വസ്റ്റ്യൻസ് ഏകദേശം ഉണ്ടാവും എന്ന് പറയുന്നത്. അതായത് ചില ക്വസ്റ്റ്യന് അതിനകത്ത് AB എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിട്ട് തരും. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, AB ഓപ്ഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്: യൂറോപ്യൻസ് ഹു കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ദിയർ അറൈവൽ ഇൻ ഇന്ത്യ. ചൂസ് ദ കറക്റ്റ് ഗ്രൂപ്പ്. ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്ന യൂറോപ്യരെ അവർ ഇന്ത്യയിൽ എത്തിയ കാലഗണനയ്ക്കനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ഇവരിൽ ശരിയായ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ട് യൂറോപ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, യൂറോപ്യന്മാര്. അപ്പൊ അവര് വന്ന ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഓപ്ഷൻ ബി ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്. അതേപോലെ ഓപ്ഷൻ സി ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഡച്ച്. ഓപ്ഷൻ ഡി പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. ഏതായിരിക്കും? ഈ വീഡിയോ ഒന്ന് വേഗം പോസ് ചെയ്യുക, എന്നിട്ട് കമന്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ആൻസർ പറയുമ്പോൾ ശരിയാണെന്ന് നിങ്ങൾ ഒത്തു നോക്കുക. ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ചൊരു അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? വീഡിയോ പോസ് ചെയ്തല്ലോ. യെസ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു കോഡ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ മെയിൻ ആയിട്ട് PDBF എന്ന് പഠിച്ചാൽ മതി. ഇന്ത്യയിലേക്ക് എത്തിയ യൂറോപ്യരുടെ ഓർഡർ ആണ്. ഓക്കെ, P ഫോർ പോർച്ചുഗീസ്, D ഫോർ ഡച്ച്, B ഫോർ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ഇംഗ്ലീഷ് എന്നൊക്കെ നമ്മൾ പറയും. F ഫോർ എന്താ? ഫ്രഞ്ച്. അത് പ്രകാരം ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം വരിക? ദേ എ അല്ലേ? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അല്ലെങ്കിൽ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് അല്ലെ? PDBF എന്നല്ല വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഈ ഓർഡർ പ്രകാരം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. PDBF അതല്ലേ ഈ ഓപ്ഷൻ എയിൽ കിടക്കുന്നത്, അതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പൊ ഒരു മാർക്ക് അടിച്ചില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, യെസ്. എന്റെ മോനെ, ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തല കറങ്ങി പോകും അല്ലെ? ഇങ്ങനെ കുറെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ് എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അല്ലെ, ആകെ അലമ്പായി പോകും. പക്ഷെ ഈ ഒരു PDBF പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാനില്ല, സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാർ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദ ഇമാജിനറി ലൈൻ സെപ്പറേറ്റിംഗ് ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്ത് ഈസ് കോൾഡ് ദ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ. അത് സ്റ്റേറ്റ്മെന്റ് 1. ഇനി സ്റ്റേറ്റ്മെന്റ് 2, റെവല്യൂഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ്. വിച്ച് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? പ്രസ്താവന 1, ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. പ്രസ്താവന 2, ഭൂമി നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതാണ് പരിക്രമണം. മുകളിൽ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാ ചോദിച്ചിരിക്കുന്നത്? ഏതാ? യെസ്, രണ്ടും ശരിയാണ്. സർക്കിൾ ഓഫ് ഇലുമിനേഷൻ അല്ലെങ്കിൽ എന്താണ്, പ്രകാശവൃത്തം എന്താന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഒരു റെവല്യൂഷൻ എന്താന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ഓർബിറ്റിൽ അല്ലെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1ഉം 2 എന്താ ഇവിടെ കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ
ഒരു ചോദ്യം സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിക്കുക ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ ലോക്ക് ചെയ്യുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി. ഇനി നെക്സ്റ്റ് ചോദ്യം ഒന്നുമില്ല ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, പണ്ടൊക്കെ മാച്ച് ദ ഫോളോയിങ് 4 മാർക്കിനെ ചോദിച്ചിരുന്നത്, ഇപ്പൊ ഒറ്റ മാർക്കിനെ അവർ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ. സെറ്റ് 1 എന്താണ്, ഇവിടെ ഈ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്, അതായത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അതാണ് സെറ്റ് 1 കൊടുത്തിരിക്കുന്നത്. 2 ഇത് കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ, ഇതിന്റെ സ്ഥാപകരുടെ പേരാണ് സെറ്റ് 2 2 ബോക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആര്യ സമാജം, അതേപോലെ എന്താ അഭിമാന പ്രസ്ഥാനം, ഓക്കെ, സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പുറത്താണെങ്കിൽ EV രാമസ്വാമി നായിക്കർ, പിന്നെന്താ 2 അയ്യങ്കാളി, പിന്നെ അതേപോലെ തന്നെ 3 സ്വാമി ദയാനന്ദ സരസ്വതി, 4 സ്വാമി വിവേകാനന്ദം എന്ന് പറഞ്ഞ ഇപ്പുറത്തെ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഏതായിരിക്കും കറക്റ്റ് ഉത്തരം? നിങ്ങൾക്ക് ഒന്ന് മാച്ചപ്പ് ചെയ്യാൻ പറ്റും നോക്കി, എന്നിട്ട് പോസ് ചെയ്തിട്ട് വേഗം ഉത്തരം ഒന്ന് പറഞ്ഞേ. സാർ ഒന്ന് നോക്കട്ടെ ശരിയായിട്ടുള്ള ഉത്തരം കിട്ടിയോ? യെസ്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? എ ആണ്. ആര്യ സമാജമാരാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി അതുകൂടാതെ ബി അഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായിക്കർ. സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളിയാണ്. കിട്ടിയല്ലോ, യെസ് അല്ലേ. ഇവര് മോദി നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. യെസ്, കിട്ടിയില്ലേ? ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് നമുക്ക് അടിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ആര്യ സമാജം ആരാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി അഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായിക്കർ, അതായത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ദെൻ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇങ്ങനെ മാച്ചപ്പ് ചെയ്ത് നോക്കുക പെൻസിൽ വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഉത്തരം എടുത്ത് എഴുതുക. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ഇനി നെക്സ്റ്റും ഒരു മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. ഇപ്പുറത്ത് തീവ്ര ദേശീയവാദികൾ, ഓക്കെ, അതായത് എക്സ്ട്രീമിസ്റ്റ്. ഓക്കെ, എക്സ്ട്രീമിസ്റ്റിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തീവ്ര ദേശീയവാദികൾ. ഓക്കെ, അപ്പോ ഈ എക്സ്ട്രീമിസ്റ്റിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്ട്രീമിസ്റ്റിന്റെ കേസ് ഇവിടെ എന്താ പറയാ, ഈ തീവ്ര ദേശീയവാദികൾ എന്ന് പറഞ്ഞു ഒരു സെക്ഷനിൽ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഇംഗ്ലീഷ് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പുറത്ത് ആ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് വായിച്ചു നോക്കിയാൽ കിട്ടും. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇങ്ങനെ ആവുമല്ലോ, എന്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ബട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് പറ്റും, കാരണം നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഉത്തരം വരുന്നത് എന്താ, 1ഉം 3ഉം ആണ്. ഓക്കെ, കാരണം ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഓക്കെ, ലാൽ ബാൽ പാൽ. ഓക്കെ, യെസ്, ലാൽ ബാൽ പാൽ. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, ഇവർ 3 പേരുമാണ് എക്സ്ട്രീമിസ്റ്റിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ആളുകൾ. ഇനി അത് കൂടാതെ സ്വദേശി മൂവ്മെന്റ്, ബഹിഷ്കരണം, ബോയ്കോട്ടിങ്, അതൊക്കെ എന്താ ഇതിനകത്ത് ഇവർ സ്വീകരിച്ച മെത്തേഡുകളാണ്. ഓക്കെ, ഇങ്ങനത്തെ രീതികളിലാണ് ഇവർ സമരം ചെയ്തിരുന്നത്. അതാണ് 1ഉം 3 ഇവിടെ വരാനായിട്ട് കാരണം ഇവർ സമാധാനപരമായിട്ടല്ല സമരം ചെയ്തിരുന്നത്. ഫിറോസ് ഷാ മെഹ്തയും അതേപോലെ തന്നെ നമ്മുടെ ദാദാഭായ് നവറോജി ഒന്നും ഈ തീവ്ര ദേശീയവാദികളിൽ വരുന്ന ആളുകളെ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ദാദാഭായ് നവറോജിയും ഫിറോസ് ഷാ മെഹ്തയൊക്കെ ഇതിനകത്ത് വരുന്ന ആളുകളാ. ഓക്കെ, ഏത് ടീം? അവർ എക്സ്ട്രീമിസ്റ്റ് ആണോ? അല്ല എങ്കിൽ അവരാരാണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യ്. യെസ്, അപ്പൊ തീവ്ര ദേശീയവാദികൾ എക്സ്ട്രീമിസ്റ്റുകളിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് ആണ്. അതുകൂടാതെ ഇവർ സ്വദേശി, അതേപോലെ ബോയ്കോട്ടിങ്, അത് ബഹിഷ്കരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇവർ ചെയ്തിരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമരം ചെയ്തിരുന്ന രീതി ഇതൊക്കെയായിരുന്നു. അപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പോയിന്റ് ലോക്ക് ചെയ്തിട്ട് മാച്ചപ്പ് ചെയ്താൽ മതി. സിമ്പിൾ ആണ്. കഴിഞ്ഞല്ലോ. യെസ്, ഇനി 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇത്രയും നേരം നമ്മൾ 4 പേര്, ഓക്കെ, 4ാം ക്വസ്റ്റ്യൻ വരെ നമ്മളിപ്പോ ചെയ്തത് 1 മാർക്കിന്റെ ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് 1 മാർക്കിന്റെ ചോദ്യങ്ങളായിരുന്നു. ഇനി നമ്മൾ ഒരു AB എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 2 മാർക്കാണ്. ഓക്കെ, എത്ര മാർക്കാണ്? 2 മാർക്കാണ് ഇതിന് വരിക. ഓക്കെ, A and B എന്ന് നിങ്ങൾക്ക് ഇഷ്ടമെടുത്ത് എഴുതാം. ഫസ്റ്റ്, if it is 8 PM at the Greenwich Meridian, what is the time at 30 degree east and 30 degree west longitudes? ഓക്കെ, ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ പോകുന്ന വര എല്ലാവർക്കും അറിയാലോ. യെസ്, അപ്പോ ഇവിടെ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഓക്കെ, ഗ്രീനിച്ച് മെറീഡിയനിൽ 0 ഡിഗ്രി രേഖാംശ രേഖ രാത്രി 8 മണി ആയിരിക്കുമ്പോൾ 30 ഡിഗ്രി കിഴക്ക് 30 ഡിഗ്രി പടിഞ്ഞാറ് രേഖാംശങ്ങളിലെ സമയം എത്ര എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. ടൈം കാൽക്കുലേഷൻ ആണ്, കാരണം ടൈം കിടന്ന് ഓടിക്കൊണ്ടിരിക്കണല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം 360 ഡിഗ്രി.
ഓക്കെ, ഭൂമിക്ക് കറങ്ങാനായിട്ട് 24 അവേഴ്സ് വേണം, 24 മണിക്കൂർ വേണം. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി കറങ്ങാൻ എത്ര മിനിറ്റ് വേണം? 4 മിനിറ്റ് വേണം. എത്ര മിനിറ്റ് വേണം? 4 മിനിറ്റ് വേണം. ഇനി ഇതാണ് എന്താ നമ്മുടെ പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറീഡിയൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഗ്രി എപ്പോഴും 0 ആണ്. ഓക്കെ, അപ്പോൾ 0 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ടൈം വരുമ്പോൾ നമ്മളനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഇതിന്റെ എന്താണ് ഈസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ സമയം എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ടൈം എന്ത് ചെയ്യും? കൂടും. ഇനി വെസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സമയം എന്ത് ചെയ്യും? ടൈം എന്ത് ചെയ്യും? കുറയും. ഈ കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഭൂമിക്ക് 24 മണിക്കൂർ വേണം 360 ഡിഗ്രി കറങ്ങാനായിട്ട്. 1 ഡിഗ്രി കറങ്ങാനായിട്ട് എന്താ 4 മിനിറ്റ് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി കറങ്ങാൻ എത്ര വേണം? 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ വേണം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, 1 മണിക്കൂർ വേണം. അതുകൂടാതെ ഈ പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറീഡിയന്റെ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ എന്താ സമയം കൂടും, വെസ്റ്റിലോട്ട് പോകുമ്പോൾ എന്താ സമയം കുറയും എന്നുള്ള കേസ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മെറീഡിയന്റെ ടൈം 8 മണിയാണ്. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി ഈസ്റ്റിൽ സമയം എത്രയായിരിക്കും? 30 ഡിഗ്രി വെസ്റ്റില സമയം എത്രയായിരിക്കും? അതായത് 30 ഡിഗ്രി പടിഞ്ഞാറിലും 30 ഡിഗ്രി കിഴക്കിലും സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ മലയാളം മീഡിയത്തിനും കൂടി എഴുതാം. പടിഞ്ഞാറ്, ഓക്കെ, ദെൻ കിഴക്ക് സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട പരിപാടി, ഓക്കെ, നമുക്ക് ആദ്യം ഈ പറഞ്ഞ 8 മണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനൊപ്പം നമുക്ക് സമയം കൂട്ടുകയും വേണം, കുറയ്ക്കുകയും വേണം. ഓക്കെ, അപ്പൊ എത്ര മണിക്കൂറാണ് കൂട്ടണേന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ 30 ഡിഗ്രിയിലെ ഈ 30 ഡിഗ്രീനെ പൊട്ടിക്കുക. ഓക്കെ, രണ്ട് സ്ഥലത്തും 30 ആയാലും നമ്മൾ എന്താ ഒറ്റവട്ടം 30നെ പൊട്ടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ 30 ഡിഗ്രി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പോ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 4 മിനിറ്റ് ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് 30 × 4 ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര മിനിറ്റ് നമുക്ക് കിട്ടും? 120 മിനിറ്റ് കിട്ടും. എത്ര കിട്ടും? 120 മിനിറ്റ് കിട്ടും. ഓക്കെ, 120 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ്? ഇവിടെ നോക്കി നിങ്ങൾ, 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്കൂറാ? അല്ല സോറി, ഇവിടെ 60 മിനിറ്റ്. 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ് ആണ്. എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ 2 മണിക്കൂർ എത്രയായി? 120 മിനിറ്റ് ആയില്ലേ? അപ്പൊ ഇവിടെ എത്ര മണിക്കൂറാണ് 120 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 2 മണിക്കൂർ. എത്രയാണ്? 2 മണിക്കൂറാണ് 120 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. 30 × 4 നിങ്ങൾ ചെയ്യുക. കാരണം 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ് ആണ് ഭൂമിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി ആണെങ്കിൽ എന്താ? 30 × 4 ചെയ്യുമ്പോൾ 120 മിനിറ്റ് കിട്ടും. ഓക്കെ, 120 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറാണ്. കാരണം 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 2 ആവുമ്പോൾ എന്താണ്? 120 മിനിറ്റ് ആണ്. അപ്പൊ ഇത്രയായാലോ? ഇത്രയും ടൈം ആയല്ലോ. സെറ്റ് അല്ലേ? ഇത്രയും സമയം നമുക്ക് കിട്ടി, 2 മണിക്കൂർ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ 8 PM ഒപ്പം ഈസ്റ്റിലേക്കാണെങ്കിൽ സമയം കൂട്ടുക, വെസ്റ്റിലേക്കാണെങ്കിൽ എന്താ? സമയം കുറയ്ക്കുക. സിമ്പിൾ അല്ലേ? അപ്പൊ അതേ നോക്കിക്കോ. ഓക്കെ, അപ്പോ 30 ഡിഗ്രി വെസ്റ്റിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 8 PM. എത്രയാണ്? 8 PM മൈനസ് ഈ 2 ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് നമുക്ക്? 6 PM കിട്ടും. ഓക്കെ, ഇനി 30 ഡിഗ്രി ഈസ്റ്റ് കിഴക്കാണെങ്കിൽ ഇവിടെ പടിഞ്ഞാറ് നിന്നുണ്ട്, കിഴക്ക് നിന്നുണ്ട്. കിഴക്കാണെങ്കിൽ ഈ 8 PM പ്ലസ് എത്ര ചെയ്താൽ മതി? 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 PM കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. 2 മാർക്കുള്ളൂ. അപ്പൊ സിമ്പിൾ ആണ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി. ആദ്യം 30 × 4 ചെയ്യുമ്പോൾ 120 മിനിറ്റ് കിട്ടും. അത് എത്ര മണിക്കൂറാ? ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 2 മണിക്കൂറാണ്. ഓക്കെ, ഈ 2 അവേഴ്സ് ആണ്. ഓക്കെ, അതെന്ത് ചെയ്യുക? നമ്മുടെ 30 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പോൾ സമയം കുറയും, 2 അതിനൊപ്പം കുറയ്ക്കുക. ഇനി 30 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ സമയം കൂടും, 2 അതിനൊപ്പം കൂട്ടാം. അങ്ങനെ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഡിഗ്രി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? 4 മിനിറ്റ് കൊണ്ട് ഇൻഡു ചെയ്തിട്ട് എന്താ? മിനിറ്റ് ആക്കുക. മിനിറ്റ് മണിക്കൂറാക്കാനായിട്ട് എന്താണ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് കൃത്യമായിട്ടുള്ള മണിക്കൂർ കിട്ടും. ഇനി ഈസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. വെസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതിയിട്ടോ. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു. അത് ഈസ്റ്റ് ആണെങ്കിൽ സമയം എന്ത് ചെയ്യണം? ഈ പ്രൈം മെറിഡിയന്റെ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയന്റെ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കൂടോ കുറയോ? കൂടും. വെസ്റ്റിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇവിടെ 30 ഡിഗ്രി തന്നിരിക്കുന്നത്. 30 ഡിഗ്രി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ടൈം കാൽക്കുലേഷൻ സെറ്റ് ആണെങ്കിൽ ടൈം എന്നിട്ട് ഒരു ലവ് ചിഹ്നം നിങ്ങളെ കമന്റ് ബോക്സിൽ ഇടാം. വേഗം ആയിക്കോട്ടെ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യം മെയിൻ ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യം ഇതിനകത്ത് നോക്കി വെച്ചാൽ മതി കേട്ടോ.
ഇത്രയും കാര്യം അതേപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഡിഗ്രി 4 മിനിറ്റ് ആണെന്നുള്ള കേസും ഓർമ്മ ഉണ്ടായിരിക്കണം. ഇനി ഈസ്റ്റിലോട്ടും വെസ്റ്റിലോട്ടും പോകുമ്പോൾ സമയം കൂടോ കുറയോ എന്നുള്ള കേസ് നമ്മൾ അറിഞ്ഞിരിക്കണം. സെറ്റ് അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ മക്കളെ? ഓക്കെ. അപ്പൊ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ് ആണ്. ആ കേസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അതുപോലെ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കൂടും, വെസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കുറയും. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി ഇവിടെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അത് ഇൻഡു ചെയ്തിട്ട് ആ മിനിറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാം. കഴിഞ്ഞു. യെസ്. അപ്പൊ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി യെസ്, നെക്സ്റ്റ് ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. A person who has just started a new startup uses a machinery instead of workers for production. Which method of production is he using? What is the feature of this method? പുതുതായി സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു വ്യക്തി തൊഴിലാളികൾക്ക് പകരം യന്ത്രോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപാദനം നടത്തുന്നു. ഇദ്ദേഹം ഉൽപാദനത്തിനായി ഏത് രീതിയാണ് ഉപയോഗിച്ചത്? ഈ രീതിയുടെ സവിശേഷത ഏതാണ്? അതായത് ഇദ്ദേഹം കൂടുതൽ ഈ യന്ത്രോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപാദനം നടത്തുന്നു. അതായത് ഇവിടെ ലേബർ കുറവാണ്. ഓക്കെ, ക്യാപിറ്റൽ കൂടുതലാണ്. മനസ്സിലാക്കി വെക്കുക. ലേബർ കുറവാണ്, ക്യാപിറ്റൽ കൂടുതലാണ്. അപ്പൊ ഈ മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഫീച്ചേഴ്സുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം, ക്യാപിറ്റൽ കൂടുതൽ ലേബർ കുറവാണെങ്കിൽ ഏതാണ്? ലേബർ കൂടുതൽ ക്യാപിറ്റൽ കുറവാണെങ്കിൽ ഏത് മെത്തേഡാണെന്ന് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇവിടെ വരുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കാണ്, മൂലധന തീവ്ര സാങ്കേതിക രീതിയാണ് ഇവിടെ വരുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു പോവാം. ജസ്റ്റ് ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷോർട്ട് ആയിട്ടാണ് കാര്യങ്ങൾ മാക്സിമം പറയുള്ളൂ. അതായത് നിങ്ങൾക്ക് എങ്ങനെ എഴുതുന്നുള്ള രീതിയാണ് സാർ ഇവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക? എന്റെ ഒപ്പം ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റ് ആയിട്ട് പോവാ. എന്റെ ഒപ്പം മാക്സിമം പഠിച്ചും പോവാ. അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫീച്ചേഴ്സ് 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കിന്റെ AB ക്വസ്റ്റ്യൻ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ടൈം കാൽക്കുലേഷൻ, ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമാണെങ്കിൽ ടൈം കാൽക്കുലേഷൻ ഒന്നല്ലെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക? 4 പോയിന്റെങ്കിലും നിങ്ങൾ എഴുതി വെക്കാൻ നോക്കാം. ഓക്കെ, 4 പോയിന്റെങ്കിലും എഴുതി വെക്കാൻ നോക്കാം. എപ്പോഴും എഴുതുമ്പോൾ കൂട്ടി എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായില്ലേ? ഒരു 4 പോയിന്റ്സ് എങ്കിലും ഇതിനകത്ത് നിങ്ങൾ മാക്സിമം എഴുതാൻ നോക്കിക്കോളൂ. 2 മാർക്കല്ലേ, കെട്ടിക്കെട്ട 4 പോയിന്റ്സ്. അപ്പോൾ ലെസ് ഡിമാൻഡ് ഫോർ ലേബേഴ്സ്, തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ്. യൂട്ടിലൈസസ് മോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു. ദെൻ എൻഷുവേഴ്സ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു. ദെൻ ഡിപെൻഡ്സ് മോർ ഓൺ ടെക്നോളജി, സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നു. ദെൻ ലെസ് ടൈം ഫോർ പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന് കുറഞ്ഞ സമയം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും 4 പോയിന്റ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചിട്ട് കൃത്യമായിട്ട് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ആയിട്ട് എഴുതുമല്ലോ. റെഡി അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദേ ഇൻക്ലൂഡഡ്? മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്? ഓക്കെ, വാട്ട് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഓക്കെ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദേ ഇൻക്ലൂഡഡ്? മൗലിക അവകാശങ്ങൾ എന്നാൽ എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത് എന്താണ് എഴുതി വെച്ചാൽ മതി. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എല്ലാ സിറ്റിസൺസിനും കിട്ടേണ്ട റൈറ്റ്സ് ആണ്. ഓക്കെ, ബേസിക് റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ടു ഓൾ സിറ്റിസൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന അടിസ്ഥാന അവകാശങ്ങൾ. ഇതെന്താന്ന് എഴുതണം. ഇനി ഇത് പ്രധാനമായിട്ടും ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, പാർട്ട് 3യിലാണ്. ഓക്കെ, പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതിലാണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഭരണഘടനയിലെ ഭാഗം 3ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പഠിച്ചു വെച്ചിരിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ട്, ഏത് ഭാഗത്തിലാണ് ഉൾപ്പെട്ടിരുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ബേസിക് റൈറ്റ്സ് ആണ്, അടിസ്ഥാന അവകാശങ്ങളാണ് എല്ലാ സിറ്റിസൺസിനും വേണ്ടത്. ഇത് വന്നിരിക്കുന്ന ഇതിനകത്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലെ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 ഭാഗം 3ലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിന്റോ മോർലി അല്ലെങ്കിൽ മോർലി മിന്റോ റീഫോംസ്. ഓക്കെ, മിന്റോ മോർലി റീഫോംസ് എന്നാണ് ഇതിനെ ശരിക്കും പറയാ. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വന്നിരിക്കുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? മിന്റോ മോർലി പരിഷ്കാരം അല്ലെങ്കിൽ മിന്റോ മോർലി റീഫോംസ് എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ മാറിയിരിക്കുന്നതാണ് മിന്റോ മോർലി റീഫോംസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ആയി പോകുന്നതാണ്, മനുഷ്യനല്ലേ ഉള്ളേ അല്ലേ? അപ്പൊ മിന്റോ മോർലി റീഫോംസ് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, വേറെ കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ മിന്റോ മോർലി റീഫോംസിന്റെ കേസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മിന്റോ മോർലി റീഫോംസ് ആർ ആൻ എക്സാമ്പിൾ ഓഫ് ദ ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ്.
എലിമെന്റ് ആണ്. ഇത് സെക്കൻഡ് ടൈമിന് മുമ്പ് എപ്പോഴോ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് സെറ്റ് ആയിട്ട് പഠിച്ചോളാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇത് ഇടയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് എഴുതാനുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് മലയാളം വായിക്കാം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഒരു ഉദാഹരണമാണ് മിന്റോ മോർലി പരിഷ്കാരം. ഈ പ്രസ്താവന സാധൂകരിക്കുക. എന്താണ് മിന്റോ മോർലി റിഫോംസ് എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി ഇവിടെ. ഓക്കെ, ഇത്രയും വലിയ ക്വസ്റ്റൻ ഒന്ന്, അതായത് ഈ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. മിന്റോ മോർലി റിഫോംസ് അതെന്താണെന്ന് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ മെറ്റീരിയൽ ഒക്കെ കൊടുത്തിട്ട് അതങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പൊ നോക്കാലോ. The main provision of this reform were the provision to separate constituencies for Muslims and expansion of the functions and powers of the legislature. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. അതായത് മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോജക മണ്ഡലം. നമ്മൾ വോട്ടൊക്കെ ചെയ്യൂലേ, ഇപ്പോൾ ഇവിടെ പറൂരൊരു നിയോജക മണ്ഡലമാണ്, അതേപോലെ പല നിയോജക മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ നിയോജക മണ്ഡലം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ലെജിസ്ലേച്ചർ എന്ന് എന്താ, നിയമനിർമ്മാണ സഭ. ഓക്കെ, നിയമങ്ങൾ ഉണ്ടാക്കുന്ന സഭയാണ്. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ, കാര്യങ്ങളൊക്കെ എന്താ കൂടുതൽ പവറാക്കി മാറ്റുക. അതുകൂടാതെ നല്ല രീതിയിൽ വിശാലം, വിപുലപ്പെടുത്തുക. ഓക്കെ, നല്ല രീതിയിൽ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അവരുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും പവേഴ്സ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മിന്റോ മോർലി റിഫോംസിന്റെ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം എഴുതാം. മുസ്ലിംസിന് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് വേണം. അതുകൂടാതെ നമ്മുടെ ലെജിസ്ലേച്ചറിന്റെ ഫംഗ്ഷൻസും പവർ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക, വിപുലപ്പെടുത്തുക. ഓക്കെ, അല്ലെങ്കിൽ വിശാലീകരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ എഴുതി വെക്കുക. രണ്ട് കാര്യമുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. സെറ്റല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇതും 8ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇതും A-B സെക്ഷൻ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, among fundamental rights, the right to constitutional remedies is the most important. Why? മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനൊരു ചോദ്യം എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ്സ് സെറ്റ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, if any of the fundamental rights is violated, the Supreme Court under Article 32 and the High Courts under Article 226 can be approached for their restoration. മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുകയാണെങ്കിൽ, അതായത് ആരെങ്കിലും അത് ലംഘിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അവര് ആ നിയമം അല്ലെങ്കിൽ ആ ഒരു അവകാശം പിന്നെയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 32 അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അതേപോലെ അനുച്ഛേദം 226 ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിനെ നമുക്ക് സമീപിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 ഓക്കെ, ഇത് പ്രകാരം നമുക്ക് സുപ്രീം കോടതിനെയും അതേപോലെ ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇനി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് റീസ്റ്റോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ത്രൂ റിട്സ്. അപ്പോൾ റിട്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് പിന്നെയും തിരിച്ചുകൊണ്ടുവരുന്നത്, റീസ്റ്റോർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, റിട്ട് വെച്ചിട്ടാണ്. ഓക്കെ, റിട്ട് ആർ ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ഓർ ദ ഹൈക്കോർട്ട് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യമാണ് റിട്സ്. എന്തുട്ടാണ് റിട്സ്? അത് ആരൊക്കെയാണ് റിട്സ് ഇഷ്യൂ ചെയ്യുന്നത്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 ആർട്ടിക്കിൾ 226 പ്രകാരം നമുക്ക് സുപ്രീം കോടതി ഹൈക്കോടതിനെ സമീപിക്കാം. ഇനി സുപ്രീം കോടതി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, എന്ത് വെച്ചിട്ടാണ് റീസ്റ്റോർ ചെയ്യുന്നത്? റിട്സ് വെച്ചിട്ടാണ്. റിട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യമാണ് എന്നുള്ള കേസ് എല്ലാവരും പഠിച്ച് വെക്കുക. ഇനി ഇപ്പൊ താഴെ ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള റിട്സ് ആണ്. പല തരത്തിലുള്ള റിട്സ് ആണ്. ഓക്കെ, അതിനകത്ത് മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്ന ഹേബിയസ് കോർപ്പസ്, പിന്നെ മാൻഡാനസ്, പിന്നെ പ്രൊഹിബിഷൻ, പിന്നെ ക്യോ വാരന്റോ, പിന്നെ സെർഷ്യോറൈ എന്നാണ് ഇതിനെ വായിക്കുക. എന്താണ് സെർഷ്യോറൈ? ഓക്കെ, സെർട്ടിയോറൈ എന്നല്ല, സെർഷ്യോറൈ എന്നാണ് ഇതിനെ വായിക്കുക. ഇത്രയുമാണ് ഈ പറഞ്ഞ റിട്സ്. അപ്പൊ നിങ്ങൾ ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ മാക്സിമം ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എഴുതാനായിട്ട് നോക്കുക. അപ്പൊ എങ്ങനെയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ എന്താണ് ഇവിടെ പറ്റുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കാം. അതുകൂടാതെ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ റിട്സിന്റെ കാര്യം കൂടി ഉൾപ്പെടുത്തി സെറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 3 മാർക്കാണ്. യെസ്, ഇനി
Dr. B.R. Ambedkar describes these rights as the heart and soul of the Indian Constitution. ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശം എന്നെന്താ ഡോക്ടർ B.R. അംബേദ്കർ വിശേഷിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു അവകാശം അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട എന്താ ആത്മാവും ഹൃദയവും എന്നാണ് ആര് പറയുന്നത്, ഡോക്ടർ B.R. അംബേദ്കർ, ദ ഫാദർ ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ബി പാർട്ടിൽ വന്നിരിക്കുന്നത് വിച്ച് എക്കണോമിക് സിസ്റ്റം ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത്, ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫേം നമുക്ക് ഉറപ്പിക്കാം ഇത് 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന് 3 മാർക്ക് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം. അപ്പോൾ ഇവിടെ ഏത് എക്കണോമിക് സിസ്റ്റം ആണ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ ചൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താ, മിക്സ്ഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അതിന്റെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മാക്സിമം എന്ത് ചെയ്യുക, 3 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 മാർക്ക് 4 മാർക്കൊക്കെ ആണെങ്കിൽ എന്താ, നമ്മൾ അതിനനുസരിച്ചുള്ള മാർക്കിനനുസരിച്ചുള്ള പോയിന്റ് മാക്സിമം എഴുതാൻ നോക്കുക. പ്ലസ് എന്താണ് ആ തന്നിരിക്കുന്ന മാർക്ക്, ആ 3 മാർക്കാണെങ്കിൽ 3 പോയിന്റ് കൂടാതെ ഒരു എക്സ്ട്രാ ഒരു 3 പോയിന്റ് അല്ലെങ്കിൽ എത്ര പോയിന്റ് ആണോ ഉള്ളത് അത് മാക്സിമം ഒന്ന് എഴുതി വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പൊ 2 മാർക്കിന് നേരത്തെ 4 പോയിന്റ് എന്ന് പറഞ്ഞു, അത് ചെറിയ മാർക്കും ചെറിയ പോയിന്റ്സ് ആയിരുന്നു അങ്ങനെ പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ വലിയ പോയിന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ മാക്സിമം മാർക്കിന് ഒപ്പിച്ച് എഴുതാൻ നോക്കുക. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക, 2 3 പോയിന്റ് കൂട്ടി എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് എന്താ നല്ല മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് സാർ ഒന്ന് വായിക്കാം, നിങ്ങൾ എൻ്റെ ഒന്ന് കൂടെ വായിക്കാം. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ, സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം. ദെൻ പ്രോഫിറ്റബിലിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ ബിക്കം ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്, ലാഭേച്ഛയും സാമൂഹ്യ ക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങൾ. ദെൻ ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം. ദെൻ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഗവൺമെന്റ് സ്കീംസ്, ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം. ദെൻ ഗവൺമെന്റ് റെഗുലേഷൻ ഓഫ് കമ്മോഡിറ്റി പ്രൈസസ് ഇൻ സർട്ടൈൻ സെക്ടേഴ്സ്, ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം. ദെൻ ഗവൺമെന്റ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസ്, ആവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും എന്താണ് ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു. അപ്പൊ ഇതിലെന്താ ഒരു 6 പോയിന്റ് എഴുതാൻ എഴുതാം, അല്ലെങ്കിൽ മാർക്കിനനുസരിച്ചെങ്കിലും 3 മാർക്കാണെങ്കിൽ ആ മാർക്കിനനുസരിച്ചെങ്കിലും മാക്സിമം എന്റെ മക്കൾ എന്ത് ചെയ്യുക, പോയിന്റ്സ് എഴുതി വെക്കുക. ക്ലിയർ അല്ല? അറ്റ്ലീസ്റ്റ് 3 പോയിന്റുകൾ നിങ്ങൾ എഴുതിയിരിക്കണം. മാക്സിമം അത് 6 പോയിന്റ് ഉണ്ടെങ്കിൽ 6 ആക്കി എഴുതുക, അല്ലെങ്കിൽ 4 5 ഒക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കൂട്ടി എഴുതാനായിട്ട് ഒന്ന് ശ്രമിക്കുക, കറക്റ്റ് പോയിന്റ് അല്ലാണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കാര്യങ്ങൾ സെറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എഴുതാനായിട്ട് നോക്കണം. ഓക്കെ, എപ്പോഴും കറക്റ്റ് എഴുതി വെക്കരുത്, 1 2 3 പോയിന്റ് കൂട്ടി എഴുതുക, ബട്ട് മിനിമം മാർക്കിനനുസരിച്ചിട്ടുള്ള പോയിന്റ് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഒബ്സർവ് ദ picture given. Which solstice day does it indicate? Write its features. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഇത് ഏത് അയനാന്ത ദിനത്തെ സൂചിപ്പിക്കുന്നു? ഈ അയനാന്ത ദിനത്തിന്റെ സവിശേഷതകൾ എഴുതുക. എൻ്റെ മോനെ ഇത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ പിക്ചർ കണ്ടാൽ അറിയാം, സിമ്പിൾ ആണ്. ഇത് ഏതാണെന്നാണ്, ഏത് സോൾസ്റ്റേസ് അല്ലെങ്കിൽ ഏത് അയനാന്ത ദിനം എന്ന് എന്താ നിങ്ങളെടുത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും? സിമ്പിൾ. ദ ആൻസർ മലയാളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മലയാളം കൂടി ഇത് നോക്കാം, മലയാളം എഴുത്തിലെ കുട്ടികളോ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ? സിംപ്ലി പറയാം, സമ്മർ സോൾസ്റ്റിസ്, ഗ്രീഷ്മ അയനാന്ത ദിനം. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൂര്യന്റെ അപ്പാരന്റ് പൊസിഷൻ, ഓക്കെ, അതായത് സൂര്യൻ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ, നിങ്ങൾ ഓക്കെ ഈ പിക്ചർ ഓക്കെ, മാർച്ച് 21 മുതൽ, ഓക്കെ കളർ ഒന്ന് മാറ്റിയേക്കാം, ഓക്കെ, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ എന്താ സൂര്യൻ ഒരു ട്രിപ്പ് പോകും. എങ്ങോട്ടേക്ക് പോകുന്നേ? ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക്, അതായത് ഭൂമധ്യ രേഖയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ഉത്തരായണ രേഖയിലേക്ക് എന്താ സൂര്യന്റെ പൊസിഷൻ അങ്ങോട്ടേക്ക് മാറും. ഓക്കെ, അപ്പൊ ജൂൺ 21 എന്താ നോർത്തേൺ ഹെമിസ്ഫിയർ, അതായത് ഉത്തരാർദ്ധ ഗോളത്തിൽ എന്താണ് ലോങ്സ്റ്റ് ഡേ ആയിരിക്കും, പകല് കൂടുതലായിരിക്കും, ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും, അതായത് രാത്രി എന്താ കുറവായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റിസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം. അപ്പൊ ഇങ്ങനെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ മക്കള് മനസ്സിൽ ഓർപ്പിച്ചു വെക്കുക. ഇത് നിങ്ങൾ ഓക്കെ, ഈ ഭൂമിയുടെ ഈ ഇക്വേറ്ററിന്റെ മുകളിൽ നോർത്തേൺ ഹെമിസ്ഫിയറും താഴെ സദേൺ ഹെമിസ്ഫിയറും, അതായത് മുകളിൽ ഉത്തരാർദ്ധ ഗോളവും താഴെ ദക്ഷിണാർദ്ധ ഗോളവും എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ, ഓക്കെ, ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്താ ട്രിപ്പ് അടിക്കുക. എങ്ങോട്ടേക്കാ? സൂര്യൻ ഇക്വേറ്ററിൽ നിന്ന് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഒരു ട്രിപ്പ്
പോവാ. അപ്പൊ ജൂൺ 21 എന്താ സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ഉണ്ടാവും. ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും പകല് ഡേ ലോങ് ആയിരിക്കും. ദെൻ എന്തായിരിക്കും കുറവ്? രാത്രി കുറവായിരിക്കും. ഓക്കെ എന്നുള്ള കേസ് മെയിൻ ആയിട്ട് എഴുതി വെക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റിസ്. ഓക്കെ ഈ പോയിന്റ് എന്തായാലും വരണം. ഇത് 3 മാർക്കിന് ചോദിച്ചിരിക്കുന്ന കാരണം എന്താ? മാക്സിമം ഈ ഒരു കഥ സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് എന്ന് വരെയാണ് സഞ്ചരിക്കുന്നത്. 21 മാർച്ച് മുതൽ 21 ജൂൺ വരെയാണ് എന്നുള്ള കേസ് നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ ഉത്തരായണ രേഖയിൽ സൂര്യൻ എത്തുന്ന ദിവസം അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ 21 ജൂണിലാണ് സൂര്യൻ അവിടെ എത്തുക. അപ്പോൾ എത്ര ദിവസം എന്താ അവിടെ ഡേ ലോങ് ആയിരിക്കും, നൈറ്റ് എന്തായിരിക്കും ഷോർട്ട് ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റിസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇവിടെ വേറൊരു കാര്യം, ഇത് 3 മാർക്കിന് ചോദിച്ച കാരണം നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് എഴുതിയേക്ക, കാരണം സമ്മർ സോൾസ്റ്റിസ് കുറച്ചുണ്ട്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും എന്താ 6 മാസക്കാലം. ഓക്കെ 6 മാസക്കാലം സൂര്യൻ അവിടെ എന്താ മാർച്ച് എന്ന് യാത്ര ആരംഭിച്ച് ജൂൺ 21 എന്താണ് അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേയും കൂടുതലും നൈറ്റ് കുറവാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു 6 മാസക്കാലം സൂര്യൻ എന്താ ആ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തിനെ ചുറ്റിപ്പറ്റി അവിടെ ഉണ്ടാവും. ഓക്കെ അപ്പൊ ആ സമയത്ത് നമ്മുടെ ഭൂമിയുടെ നോർത്തിലെ ഏറ്റവും അറ്റത്തുള്ള റീജിയൻ ആണ് എന്ത്? നോർത്തേൺ പോളാർ റീജിയൻ. ഇവിടെ എന്തായിരിക്കും 6 മാസക്കാലം എന്താ കംപ്ലീറ്റ് ഡേ ആയിരിക്കും. അതായത് നമ്മുടെ ഭൂമിയുടെ നിങ്ങൾ നോക്കി ഈ അറ്റത്തെ ഭാഗം കണ്ട ഇതാണ് എന്ത്? നമ്മുടെ പോളാർ റീജിയൻ എന്ന് പറയുന്നത്. നോർത്തിലുണ്ട് സൗത്തിലുണ്ട്. ഓക്കെ അപ്പൊ നോർത്ത് അതായത് വടക്കുള്ള എന്താ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ എന്തായിരിക്കും 6 മാസക്കാലം പകലായിരിക്കും. ഓക്കെ പകല് വെളിച്ചമുണ്ടാവും. അതായത് ഇവിടെ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയാൽ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന സമയത്ത് 6 മാസക്കാലം എന്താ ഡേ ആയിരിക്കും. എവിടെയാണ്? പോളാർ റീജിയൻ എന്ന് മനസ്സിലാക്കാം. ഓക്കെ ഇനി അത് കൂടാതെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ജൂൺ 21 ഓരോ ഡിഗ്രി എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകളിലും എങ്ങനെയായിരിക്കും എന്താ ഡേയുടെ ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ മാക്സിമം എന്ത് ചെയ്യുക, ഈ പോയിന്റും കൂടി ചേർത്ത് ഈ 2 പോയിന്റ് എന്തായാലും നിങ്ങൾ എഴുതിയിരിക്കണം. അതുകൂടാതെ ഈ ഒരു പോയിന്റും കൂടി ഈ നോർത്തേൺ പോളാർ റീജിയനിൽ എന്താണ് 6 മാസക്കാലം ഡേ ലൈറ്റ് ആയിരിക്കും എന്നുള്ള പോയിന്റ് നിങ്ങൾ മാക്സിമം ഇതിൻ്റെ ഒപ്പം കൂട്ടി എഴുതുക. അതുകൂടാതെ ഈ ടേബിൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് ഇതും കൂടി പറ്റുമെങ്കിൽ എഴുതുക. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണ് സമ്മർ സോൾസ്റ്റിസ് എന്താണെന്ന് എന്തായാലും എഴുതി വെക്കണം. ഇത് കുറച്ചുകൂടി നീട്ടി എഴുതുകയാണെങ്കിൽ നല്ലതാണ്, ഒരു ഇംപ്രഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ടേബിൾ പറ്റുമെങ്കിൽ എന്താ ഒന്ന് നോക്കി വെക്കുക, എഴുതുക. ഓരോ ലാറ്റിറ്റ്യൂഡിലും ജൂൺ 21 ലെങ്ത് ഓഫ് ദ ഡേ, അതായത് പകലിന്റെ ദൈർഘ്യം എന്തോരമാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി സെറ്റാക്കി മനസ്സിലാക്കി വെക്കാം. ഓക്കെ പറ്റുമെങ്കിൽ എഴുതാം. ഇനി നെക്സ്റ്റ് മോനെ നമ്മുടെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ചേട്ടന്മാർക്കാണ് മാപ്പ് മാർക്കിംഗ് ഉള്ളത് മെയിൻ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാന്ന് വിചാരിച്ച് സമാധാനിക്കണ്ട, നിങ്ങൾക്ക് മെയിൻ ആയിട്ട് മാപ്പ് മാർക്കിംഗ് വരാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കൊച്ചി, പോണ്ടിച്ചേരി, ബറോച്ച് എന്ന് പറഞ്ഞ് ABC എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഇന്ത്യൻ മാപ്പിൽ മാർക്ക് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മുടെ പോർച്ചുഗീസുകാരും അതേപോലെ ഡച്ചുകാരും ഫ്രഞ്ചുകാരൊക്കെ കൈയടക്കി വെച്ച് ഭരിച്ചിരുന്ന കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അത് മാപ്പിൽ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ അതിൽ നിന്ന് കൊച്ചി, പോണ്ടിച്ചേരി, ബറോച്ച ഇത് എവിടെയാണെന്ന് അടയാളപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ വരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ബറോച്ച് വരുന്ന എവിടെയാണ്? ബറോച്ച് ഗുജറാത്തിലാണ്. ഓക്കെ അതേപോലെ പോണ്ടിച്ചേരി എവിടെ വരാ? നമ്മുടെ തമിഴ്നാട്ടില്. എന്നാ തമിഴ് പേசுற സ്ഥലങ്ങളാ? உங்களுக்கு തമിഴ് പേச தெரியுமா? தெரியலையா? എന്നടാ. ഓക്കെ ഇനി കൊച്ചി എവിടെയാ? കേരളത്തിലെ വരിക. ഓക്കെ ഏകദേശം ഈ ഒരു സംസ്ഥാനങ്ങളുടെ ഐഡിയ ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞു മക്കൾക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ യെസ് കണ്ടില്ലേ കണ്ട ആൻസർ മുമ്പ് ഞാനായിരിക്കും. യെസ് അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബറോച്ച് വരുന്നത് എവിടെയാണ്? ഗുജറാത്ത് ഈ ഒരു ഭാഗത്താണ് ബറോച്ച് വരുന്നത്. ഇനി നമ്മുടെ കേരളം ഈ ഒരു ഭാഗമാണ് കേരളത്തിന് ഇത് വരിക. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ പ്രധാനമായിട്ടും ഏറ്റവും മുകൾ ഭാഗത്ത് തന്നെ നമ്മുടെ കൊച്ചിൻ കേരള വരും. അതുകൂടാതെ നമ്മുടെ ഏതാണ് ഈ പോണ്ടിച്ചേരി നമ്മുടെ തമിഴ്നാട് ഭാഗത്ത് വരും. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് തമിഴ്നാട്, ഗുജറാത്ത്, കേരള ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്താൽ തന്നെ അവിടെ മാർക്ക് വീഴും നമുക്ക്. ഓക്കെ അപ്പൊ തമിഴ്നാട് ഭാഗവും നമ്മുടെ ഗുജറാത്ത്, കേരളം ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബറോച്ചും അതേപോലെ കൊച്ചിയും അതേപോലെ തന്നെ ഏതാണ് നമ്മുടെ പോണ്ടിച്ചേരിയും. ഓക്കെ ഇതാണ് പ്രധാനമായിട്ടും എഴുതാനായിട്ട് ചോദിച്ചിരിക്കുന്നത്, മാർക്ക് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുകൂടാതെ പ്രധാനമായിട്ടും ഇത് കൃത്യമായിട്ട് ഏത് സംസ്ഥാനങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റാണ്. ജസ്റ്റ് ഗൂഗിൾ ഇന്ത്യൻ മാപ്പ് ഒക്കെ എടുത്ത് നോക്കുന്നേ, അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നേ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ?
ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇവാലുവേറ്റ് ദ കണ്ടംപററി റിലവൻസ് ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ എന്താ ഗാന്ധിയൻ ആശയങ്ങളുടെ സമകാലീന പ്രാധാന്യം വിലയിരുത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും എത്രാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്? നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണോ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നാണോ? ഐ തിങ്ക് 5th ചാപ്റ്റർ അല്ലേ, 5th ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ലിബറൽ ഐഡിയാസ്, സോഷ്യലിസ്റ്റ് ഐഡിയാസ്, ഗാന്ധിയൻ ഐഡിയാസ്, അതായത് ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതിപ്പോ എത്ര മാർക്ക് നമുക്ക് ചോദിച്ചിരിക്കുന്നത്? 3 മാർക്ക്. ഒരു 3 പോയിന്റെങ്കിലും വെച്ച് എഴുതാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇതൊരു 3 പോയിന്റ് നിങ്ങൾക്ക് എളുപ്പമുള്ളതൊക്കെ പഠിച്ചു വെക്കാം. 3 അല്ലെങ്കിൽ 4 പോയിന്റ് ആയിക്കോട്ടെ, മാർക്കിനനുസരിച്ച് എഴുതാം. മെയിൻ ആയിട്ട് ഈ ഹെഡിങ് എഴുതിയിട്ട് വേണം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പോയിന്റ്സ് എഴുതാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ തന്നെ അവിടെ ഇംപ്രഷൻ ആണ്, ടീച്ചർ ദേ എന്നാ പിടിച്ചോന്ന് പറഞ്ഞ് മാർക്ക് ഇട്ട് തരും. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും A, B എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്. Did the use of the new Enfield rifles hurt the religious beliefs of Indian soldiers? Explain on the basis of the causes of the 1857 revolt. പുതിയ എൻഫീൽഡ് തോക്കുകളുടെ ഉപയോഗം ഇന്ത്യൻ പട്ടാളക്കാരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയോ? 1857 കലാപത്തിന്റെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. അല്ലെങ്കിൽ evaluate the extent to which Western education helped in fostering nationalism among Indians. ഇന്ത്യക്കാരിൽ ദേശീയത, ഓക്കെ, എന്താണ് ദേശീയത വളർത്താൻ പാശ്ചാത്യ വിദ്യാഭ്യാസം എത്രത്തോളം സഹായകമായി എന്ന് വിലയിരുത്തുക. അപ്പൊ A ഉണ്ട്, B ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് എയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ടും എഴുതേണ്ടത് ഈ 1857 കലാപത്തിന്റെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഇത് വിശദീകരിക്കാൻ പറഞ്ഞൊരു ക്വസ്റ്റൻ ആയി ചോദിച്ചിരിക്കുന്നത്. മറ്റേ എൻഫീൽഡ് തോക്കുകളിൽ എന്താണ് ഈ പട്ടാളക്കാരുടെ മതവിശ്വാസം അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു അല്ലെങ്കിൽ അത് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞൊരു ചോദ്യമാണിത്. അപ്പൊ പ്രധാനമായിട്ടും എന്താണ് ഈ കാട്രിജസിൽ ഈ കൗവിന്റെയും പിഗിന്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പശുവിന്റെയും അതേപോലെ പന്നിയുടെയും ഈ നെയ്യ് ഉണ്ടായിരുന്നു. അപ്പൊ ഹിന്ദു മുസ്ലിംസിന് ഹിന്ദുവിന് പശു ദൈവത്തെ പോലെയാണ്, മുസ്ലിമിന് പന്നി ഹറാമാണ്. അതുകൊണ്ട് ഇവർക്ക് ഇത് കടിച്ചു തുറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത് കടിച്ചാൽ മാത്രമേ ഇത് പോരുള്ളൂ. അപ്പോൾ ഇത് ഇവരുടെ മതങ്ങൾക്ക് മതവിശ്വാസങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രശ്നം ഇത് കാരണം ഇവർക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും 1857 പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും ഈ മംഗൾ പാണ്ഡെ നമ്മുടെ ബ്രിട്ടീഷ് ഓഫീസറിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കഥ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഈ കൗവിന്റെയും പിങ്കിന്റെയും ഫാറ്റ് അടങ്ങിയിട്ടുള്ള കാട്രിജസ്, ഓക്കെ, ആ റൈഫിൾ കാട്രിജസ് അത് കടിച്ചുറക്കാനായിട്ട് ഈ ഹിന്ദുസിനും മുസ്ലിംസിനും ബുദ്ധിമുട്ടായിരുന്നു. അത് അവരുടെ മതവിശ്വാസങ്ങൾക്ക് നല്ല രീതിയിൽ അത് പ്രശ്നമുണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് പ്രധാനമായിട്ട് അവരതിന് സമ്മതിച്ചില്ല. അപ്പൊ ബ്രിട്ടീഷുകാർ ഫോഴ്സ് ചെയ്തപ്പോൾ നമ്മുടെ മംഗൾ പാണ്ഡെ ബ്രിട്ടീഷുകാരന്റെ എന്ന് പറഞ്ഞ തലമണ്ടക്കിട്ട് വെടിവെച്ചിട്ടാണ് ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാർ ഇന്ത്യയിൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ 1857 റിവോൾട്ട് ആരംഭിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ട് എന്ത് ചെയ്യുക, അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കണക്ട് ചെയ്ത് എഴുതാൻ നോക്കുക. മാക്സിമം എന്ത് ചെയ്യുക, ഈ കോർ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ എഴുതാനായിട്ട് നോക്കണം. ഈ ഐഡിയ വെച്ചിട്ട് കുഞ്ഞുങ്ങൾ എഴുതാനായിട്ട് നോക്കണം. ഇത് കഥ പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. 4 മാർക്കാണ്. ഇത് ജസ്റ്റ് ഹിന്റ് ആണ് ആൻസറിന്റെ കേട്ടോ. ഇത് മാത്രം എഴുതരുത്, ആ കഥകൾ സെറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് പഠിച്ചിട്ടില്ലേ 1857 എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടാ. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ? ബഹദൂർ ഷാന്റെ കേസൊക്കെ എഴുതണം. അതുകൂടാതെ ആരൊക്കെ എവിടെയൊക്കെയാണ് സമരം ചെയ്തതെന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. മെയിൻ ആയിട്ട് 1857 കാര്യം എഴുതുമ്പോൾ കഥ കുഞ്ഞുങ്ങൾ സെറ്റായിട്ട് എഴുതി വെക്കുക. സൂപ്പർ അല്ലേടാ, അടിപൊളി. ഇനി വെസ്റ്റേൺ എഡ്യൂക്കേഷന്റെ കേസാണ് 2ാമത്തെ ക്വസ്റ്റ്യനിൽ ബിയിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നാഷണലിസം ഉണ്ടാവാനായിട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ പാശ്ചാത്യ വിദ്യാഭ്യാസം എങ്ങനെ സഹായിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ലിബറൽ ഡെമോക്രാറ്റിക് നാഷണലിസ്റ്റിക് ഐഡിയാസ്, അതായത് മെയിൻ ആയിട്ട് സ്വാതന്ത്ര്യം, ജനാധിപത്യം, രാഷ്ട്രസ്നേഹം നമ്മുടെ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യക്കാർക്ക് കിട്ടിയപ്പോൾ അത് അവർക്ക് സെറ്റായിട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. ക്രിയേറ്റഡ് അവയർനെസ് ആൻഡ് യൂണിറ്റി എമംഗ് ഇന്ത്യൻസ്, അതായത് ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ നല്ല രീതിയിൽ വിവരം വെച്ച് ഇന്ത്യക്കാരെല്ലാവരും ഒട്ടായിട്ട് നിൽക്കുന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായി. ഇനി ഇൻസ്പയർഡ് നാഷണലിസ്റ്റ് ലീഡേഴ്സ്, ദേശീയ നേതാക്കളെ പ്രചോദിപ്പിച്ചു എന്നുള്ള കേസൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഹിന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ വെസ്റ്റേൺ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. പക്ഷെ ഇന്ത്യക്കാരെന്താ അത് പഠിച്ചിറങ്ങിയപ്പോൾ അവർക്ക് അവരുടെ വാല്യൂസ്, ഇന്ത്യയിലത്തെ വാല്യൂസും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നിട്ട് ബ്രിട്ടീഷുകാരെ പുറത്താക്കണം എന്നുള്ള കേസൊക്കെ മനസ്സിലായിട്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള കേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാർക്കാണ്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതും 4 മാർക്ക് ആയാലും കുറച്ച് വിവരിച്ച് കഥ പോലെ എഴുതിക്കൊള്ളു കേട്ടോ. ഇത് ജസ്റ്റ് ഹിന്റാണ്. കഥ പോലെ ഒന്ന് ജസ്റ്റ് വിവരിച്ച് ഒരു പേജിന്റെ പകുതി അല്ലെങ്കിൽ ഒരു 3/4 ഭാഗമൊക്കെ സെറ്റായിട്ട് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ തംസിട്ടെ. യെസ്.
ഇനി നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഇനി 2 ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം വിശദമാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് പ്രോബ്ലംസ് ഉണ്ട്, എക്കണോമിക് പ്രോബ്ലംസ്. അതിൽ 3 എണ്ണം വരുന്നുണ്ട്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 ബേസിക് പ്രോബ്ലംസ്, എക്കണോമിക് പ്രോബ്ലംസ്, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ഇതെന്ത് ചെയ്യുക, ഇങ്ങനെ സെറ്റ് ആയിട്ട് 3 എണ്ണം അങ്ങ് അടുക്കി അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, യെസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഓരോന്നും നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അപ്പോൾ ഫസ്റ്റ് വാട്ട് ടു പ്രൊഡ്യൂസിൽ ഇത്രേ പറയുന്നുള്ളൂ. എന്താണ് നമ്മുടെ രാജ്യത്തെ റിസോഴ്സസ്, ഓക്കെ, വിഭവങ്ങൾക്ക് പരിമിതിയുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് ആൾക്കാരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരുപാട് ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ആളുകളുടെ എണ്ണം, ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല ഇവിടെ പ്രധാനമായിട്ടും എന്താ, ദ കൺട്രി ടേക്സ് ഡിസിഷൻസ് ടു അച്ചീവ് എ ബാലൻസ് ബിറ്റ്വീൻ ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡക്റ്റഡ് ഇൻ ദ കൺട്രി. അതായത് പ്രധാനമായിട്ടും കുറേ കാര്യങ്ങൾ ഉണ്ടാക്കലല്ല ഇവിടെ വേണ്ടത്. ഓക്കെ, എന്താണ്, നമ്മുടെ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മെയിൻ ആയിട്ട് വാട്ട് ടു പ്രൊഡ്യൂസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ രാജ്യത്ത് റിസോഴ്സസ്, വിഭവങ്ങൾ, സാധനങ്ങളൊക്കെ കുറവാണ് അല്ലേ. അപ്പോൾ പ്രധാനമായിട്ട് ആളുകളുടെ എണ്ണവും ആളുകളുടെ ആവശ്യവും നോക്കി എന്താ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്, എന്താ ഉണ്ടാക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ആൾക്കാരുടെ എണ്ണവും അതേപോലെ റിസോഴ്സസ് ഒക്കെ നോക്കിയിട്ട് എന്താ കാര്യങ്ങൾ സെറ്റ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഇനി ഹൗ ടു പ്രൊഡ്യൂസിൽ 2 ടെക്നിക്ക് വരുന്നുണ്ട്. ഓക്കെ, 2 ടെക്നിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ലേബർ ഇന്റൻസീവും ടെക്നിക്കും അതേപോലെ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്കും. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധന തീവ്ര സാങ്കേതിക രീതിയും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറവ് ലേബറും അതേപോലെ തന്നെ കൂടുതൽ ക്യാപിറ്റൽ ആണെങ്കിൽ എന്താ ക്യാപിറ്റൽ ഇന്റൻസീവ്, മൂലധന തീവ്ര സാങ്കേതിക രീതിയാണ്. ഇനി കൂടുതൽ ലേബറും കുറവ് ക്യാപിറ്റൽ ആണെങ്കിൽ എന്താ ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് അല്ലെങ്കിൽ തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയാണ്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് എഴുതിയിട്ടത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ആണ് ഇതിനകത്ത് എടുക്കുന്നത്. ഓക്കെ, ലെസ് ക്യാപിറ്റൽ, ദെൻ അതേപോലെ എന്താ മോർ ലേബർ വരുന്നുണ്ട്, ദെൻ മോർ ക്യാപിറ്റൽ ലെസ് ലേബർ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, പറ്റുമെങ്കിലും മക്കളൊന്ന് എഴുതി വെക്കണം. കാരണം 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഏതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഹൗ ടു പ്രൊഡ്യൂസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതെന്താണെന്ന്, ആ ടെക്നിക്ക് എന്താണെന്ന് എഴുതിയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് എന്ത് ചെയ്യുക മക്കള്, ആ മാർക്ക് അനുസരിച്ച് 2 or 3 ഫീച്ചേഴ്സ് ഒക്കെ, ഈ 4 മാർക്കല്ലേ, അപ്പോൾ വേറെയും സെക്ഷൻസ് എഴുതാനുള്ള കാരണം ആ പോയിന്റ്സ് ഒന്ന് മാക്സിമം അറ്റ്ലീസ്റ്റ് 2 or 3 എണ്ണം ഓരോ ഫീച്ചേഴ്സിന്റെ അടിയിൽ ഈ ഹൗ ടു പ്രൊഡ്യൂസ് എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ടെക്നിക്ക് എഴുതിയിട്ട് അതിന്റെ ഫീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് 2 or 3 എണ്ണം അതിൻ്റെ ഇടയിൽ എഴുതി പോകാനായിട്ട് നോക്കാം. ഓക്കെ, ഇനി whom to produce എന്ന് പറഞ്ഞാൽ എന്താ, ജനങ്ങളുടെ ആവശ്യം, നീഡ്സ്. ഓക്കെ, നീഡ്സ് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ whom to produce എന്ന് പറഞ്ഞ ഏരിയയിൽ പറയുന്നത് വെച്ചാൽ ജനങ്ങളുടെ ആവശ്യം, നീഡ്സ് എന്താ നിറവേറ്റാൻ വേണ്ടി, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെറുതെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ജനങ്ങളുടെ എന്താണ് നീഡ് അല്ലെ, എനിക്കൊരു ആവശ്യമുണ്ട്, നിങ്ങൾക്കൊരു ആവശ്യമുണ്ട്. ഓക്കെ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ, പ്രൊഡ്യൂസ് ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ വേണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. വെറുതെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ജനങ്ങളുടെ ആവശ്യം എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഈ കാര്യം ഇതിനകത്ത് ഇത്രയും മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് എന്താണ് ഇതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ആ എ പാർട്ടി ചോദിച്ചിരിക്കുന്ന രാജാറാം മോഹൻ റോയുടെയും പണ്ഡിത രമാബായിയുടെയും എന്താണ് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ടിലാണെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സാർ, എങ്ങനെയാണ് ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ എന്താണ് നല്ല രീതിയിൽ കൊണ്ടുവന്നതിൽ പങ്കുവഹിച്ചെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ രാജാറാം മോഹൻ റോയ് അതേപോലെ പണ്ഡിത രമാബായി ഇവരുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ രാജാറാം മോഹൻ റോയ് എന്താ അദ്ദേഹത്തിന് റീഫോംസ് ഒക്കെ എഴുതി വെക്കുക. അതായത് സതി നിർത്തലാക്കി, അതേപോലെ ബ്രഹ്മസമാജം കൊണ്ടുവന്നു, വുമൻസിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കേസൊക്കെ എഴുതി വെക്കണം. ഇനി പണ്ഡിത രമാബായി എന്താ നമ്മുടെ വിഡോ റീമാരേജ്, അതേപോലെ വുമൻസിന്റെ എഡ്യൂക്കേഷൻ, അതേപോലെ ശാരദാ സദൻ ഇതൊക്കെ കൊണ്ടുവന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എഴുതാം. 4 മാർക്കാണ്. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ ഒരു 4 പോയിന്റെങ്കിലും
വെച്ച് വന്നിരിക്കണം. അപ്പോൾ രാജാ റാം മോഹൻ റോയിയുടെയും പണ്ഡിത രമാബായിയുടെയും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ രാജാ റാം മോഹൻ റോയിന്റെ കേസിൽ സതിയുടെ കാര്യങ്ങളും വുമൻസിന്റെ എഡ്യൂക്കേഷനും ബ്രഹ്മസമാജത്തിനെ കുറിച്ചൊക്കെ എഴുതി വെക്കുക. അതുകൂടാതെ വേറെയും പോയിന്റ്സ് വരുന്നുണ്ട്, അത് എഴുതി വെച്ചോളണം. ഓക്കെ, റീഫോം എന്ന് പറഞ്ഞ ഒരു ബോക്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റീഫോം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റീഫോം മൂവ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. ഇനി അതുകൂടാതെ പണ്ഡിത രമാബായിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വിഡോ റീമാരേജ്, ഓക്കെ, വിധവാ പുനർവിവാഹം, അതേപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ശാരദാ സദന്റെ കേസൊക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ അവിടെ 4 മാർക്ക് സെറ്റ് ആയിട്ട് തന്നെ മക്കൾക്ക് കിട്ടും. സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് പ്ലാസി വാറിന്റെയും ബക്സാർ വാറിന്റെ കാര്യം ബി പാർട്ടായിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ടായി. ഓക്കെ, അപ്പൊ പ്ലാസി വാർ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡോമിനൻസ്, അതായത് രാഷ്ട്രീയ അധികാരം ഇന്ത്യയിൽ നേടിയെടുക്കാനായിട്ട് ഈ ബ്രിട്ടീഷുകാർ എന്താണ് 1757 എന്താണ് ഈ ബംഗാളിലെ നവാബ്, അതേപോലെ ദ നവാബ് ഓഫ് ബംഗാൾ സിറാജ് ഉദ്ദൗല, ഓക്കെ, അദ്ദേഹമായിട്ടൊക്കെ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സിറാജ് ഉദ്ദൗല ഈ യുദ്ധത്തിൽ തോറ്റു. ഈ യുദ്ധത്തിനെ വിളിച്ച പേരാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ ഈ ബംഗാള നവാബായിട്ട് സിറാജ് ഉദ്ദൗല തോറ്റപ്പോ ബംഗാൾ ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷ് പിടിച്ചെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇന്ത്യയിലത്തെ പല ഭാഗങ്ങളും ഇവർ കീഴടക്കി വെച്ച് ഭരിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ ഈ യുദ്ധം ചെയ്യാനായിട്ട് കാരണമായിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസറിന്റെ പേരാണ് റോബർട്ട് ക്ലൈവ്. അപ്പൊ ഇന്ത്യയിൽ എന്താണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട്, ഒരു അധികാരം കൊണ്ടുവരാനായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ ബംഗാളിലെ നവാബ് ഓഫ് ബംഗാൾ ആയിട്ടുള്ള സിറാജ് ഉദ്ദൗലയെ തോപ്പിച്ച് കളയുന്ന യുദ്ധത്തിൽ വെച്ചിട്ട് ആ യുദ്ധത്തിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, ഇതിനുശേഷം ബംഗാൾ ബ്രിട്ടീഷ് പിടിച്ചെടുക്കുന്നു. അവർ അതുകൂടാതെ ഒരുപാട് പാർട്സ് ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സെറ്റ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബക്സാർ വാറാണ്. ഓക്കെ, ഈ ബക്സാർ വാറിലും ഇതേപോലെ തന്നെ എന്താണ് ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ്, അതായത് ബീഹാർ, ബംഗാൾ, ഒറീസയിലൊക്കെ ടാക്സ് നികുതി പിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് 1764 നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സാർ. ഇതിനകത്ത് നമ്മുടെ മുഗൾ റൂളർ ആയിട്ടുള്ള ഷാ അലം II, നവാബ് ഓഫ് ഔദ്, ഷുജ ഉദ്ദൗല, അതുപോലെ നവാബ് ഓഫ് ബംഗാൾ, മിർ കാസിം, ഇവരെയൊക്കെ തോപ്പിച്ച് കളഞ്ഞിട്ടാണ് ഈ യുദ്ധം ബ്രിട്ടീഷുകാർ ജയിക്കുന്നത്. ഓക്കെ, ഇതിനുശേഷം ഇവർ പല ഭാഗങ്ങളിലും ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സാറും എന്തിനു വേണ്ടി എന്ന് നടന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്റിൽ ഓഫ് പ്ലാസി പൊളിറ്റിക്കൽ ഡോമിനൻസ്, ഓക്കെ, രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടും, ബക്സാർ നികുതി പിരിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രിട്ടീഷുകാർ ആ യുദ്ധം ശരിക്കും പറഞ്ഞാൽ ഇവരായിട്ട് ചെയ്യുന്നത്. ഓക്കെ, കാര്യം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലാസി വഴി ബംഗാളും പല ഭാഗങ്ങളും പിടിച്ചെടുത്തു പ്ലാസി യുദ്ധത്തിന് ശേഷം. ഇനി ബക്സാർ യുദ്ധത്തിന് ശേഷം ഇന്ത്യയിൽ ബീഹാർ, ബംഗാൾ, ഒറീസയിൽ ടാക്സ് പിരിക്കാനുള്ള ഒരു പരിപാടി ബ്രിട്ടീഷിന് കിട്ടി. ഓക്കെ, അവിടുത്തെ ആൾക്കാരൊക്കെ മാക്സിമം ബ്രിട്ടീഷുകാർ ഉപദ്രവിച്ചതോ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മാക്സിമം മനസ്സിലാക്കിയിട്ട് ഈ വർഷങ്ങളും ഈ ആളുകൾ ആരൊക്കെയാണ് തോപ്പിച്ചതെന്നൊക്കെ വെച്ച് എഴുതാ. ഓരോ യുദ്ധവും എന്തിനു വേണ്ടിയാണ് നടന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലോക്കൽ ടൈമും ഗ്രീൻവിച്ച് മീൻ ടൈമും എന്താണെന്നാണ് എഴുതാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. ലോക്കൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആളുകൾ നമ്മുടെ ഉച്ചയിൽ അല്ലെങ്കിൽ തലയുടെ മുകളിൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ അത് നോക്കിയിട്ടൊക്കെയാണ് ഈ സമയം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അതേപോലെ നിഴലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് സമയം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടും നമ്മുടെ തലയുടെ മുകളിൽ സൂര്യൻ വന്നാൽ അത് നൂൺ, ഉച്ച സമയമാണെന്ന് എല്ലാവരും കണക്കാക്കിയിരുന്നു. ഓക്കെ, ലെങ്ത് ഓഫ് ദ ഷാഡോ ഇസ് ദ ഷോർട്ടസ്റ്റ് അറ്റ് ദിസ് ടൈം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാഡോയുടെ ലെങ്ത് ഈ സമയത്ത് ഷോർട്ട് ആയിരിക്കും. അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷാഡോയുടെ ലെങ്ത്തും സണ്ണിന്റെ പൊസിഷനും, അതായത് നിഴലിന്റെ നീളവും സൂര്യന്റെ സ്ഥാനവും അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയമാണ് പ്രാദേശിക സമയം എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്, ഇത് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ ഇതിനകത്ത് പഠിച്ചോളാം. എന്താണ് ലോക്കൽ ടൈം എന്ന് എഴുതി വെച്ചാൽ മതി. ലെങ്ത് ഓഫ് ദ ഷാഡോ, നിഴലിന്റെ നീളം, അതേപോലെ പൊസിഷൻ ഓഫ് ദ സൺ, സൂര്യന്റെ സ്ഥാനം, ഇത് വെച്ച് കണക്കാക്കുന്നതാണ് ലോക്കൽ ടൈം അല്ലെങ്കിൽ പ്രാദേശിക സമയം. തന്നെ മക്കൾ സെറ്റ് ആയിട്ട് അങ്ങ് എഴുതി വെച്ചേക്കാം. ഇനി അതുകൂടാതെ നെക്സ്റ്റ് ആണ് നമ്മുടെ പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മീൻ ടൈം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററിലൂടെ ഒരു ലോങ്ങിറ്റ്യൂഡ് ഇങ്ങനെ കടന്നു. ലോങ്ങിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ലോകത്തിലൊക്കെ ഇങ്ങനെ കുറെ വരകൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി വഴി ഇങ്ങനെ ഒരു ലൈൻ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇതിനെ 0 ഡിഗ്രി മെറീഡിയൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈം മെറീഡിയൻ. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ടൈം ആണ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഇവിടുത്തെ പ്രാദേശിക സമയമാണ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോകത്തെല്ലാവരും ഈ ഗ്രീൻവിച്ച് ടൈം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം ഇവിടെ മെയിൻ ആയിട്ട് വെസ്റ്റ്, ഓക്കെ, വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആസ് the rotation of the earth is from the west to the east. As we move each longitude east of Greenwich, 4 minutes is added and
ടുവേർഡ്സ് ദ വേർസ്റ്റ് 4 മിനിറ്റ്സ് ഇസ് സബ്ട്രാക്റ്റഡ്. ഒന്നുമില്ല, ഈ ലൈനിന്റെ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കൂടുകയും വെസ്റ്റിലോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു എന്നുള്ള കേസ് പഠിച്ചു വെക്കുക. അപ്പൊ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററിയിലൂടെ കടന്നു പോകുന്ന ലോങ്ങിറ്റ്യൂഡിനെ 0 ഡിഗ്രി മെറിഡിയൻ ആയിട്ട് എടുത്തിരിക്കുന്നു. അതിനെ പ്രൈം മെറിഡിയൻ എന്ന് വിളിച്ചിരിക്കുന്നു. ആ പ്രൈം മെറിഡിയനിൽ വരുന്ന ലോക്കൽ ടൈം ആണ് ഗ്രീൻവിച്ച് മീൻ ടൈം. ഇത് വെച്ചിട്ടാണ് ലോകത്തെല്ലാവരും ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് കൂടുകയും വെസ്റ്റിലേക്ക് പോകുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ എഴുതുന്നുള്ള കേസൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലെറ്റ് us do this. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ സെറ്റ് ആയിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് മോഡലാക്കി വെച്ചുകൊണ്ട് 8ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ ഈ 5 ചാപ്റ്റേഴ്സ്, ചില സ്ഥലത്ത് 4 ചാപ്റ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ആണുള്ളത് അത് സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് ഓണം എക്സാമിനേഷൻ നമ്മൾ എടുത്തു. 8ാം ക്ലാസ്സിലെ മക്കളെ നമ്മൾ പൊളിക്കോളം ഓണം എക്സാമിനേഷൻ. അപ്പൊ മഴയുടെ കേസ് നിങ്ങൾ നോക്കണ്ട, നമുക്ക് പഠിക്കാം, സെറ്റ് ആക്കാം. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ മോഡലാക്കി വെച്ചുകൊണ്ട് പഠിക്കുക. സാർ ഒരു മോഡലാണ് കാണിച്ചത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാന്നുള്ളത്, എന്തൊക്കെയാണ് എഴുതണം എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുക. അപ്പൊ എല്ലാവരും സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാ മക്കളും സെറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ, ടാറ്റ. അപ്പൊ ഓണം എക്സാമിനേഷനിൽ അടിച്ചു പൊളിച്ച് എഴുതാം. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പഠിച്ചോളണം. ഓക്കെ.